ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായി ഒരു തക്കാളിയും കുറച്ച് വെണ്ടയ്ക്ക ഇതേപോലെ അരിഞ്ഞെടുക്കുക, പുളി വെള്ളത്തിയിടുക, സാമ്പാർ പരിപ്പെടുക്കുക, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. ഇത്രയും ഐറ്റംസാണ് നമുക്കിപ്പോൾ വേണ്ടത്. വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നും താഴെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. അടുത്തൊരു കുക്കർ എടുക്കുക. കുക്കർ നല്ല വൃത്തി കഴുകി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസ് കുക്കറിലിടുക. എന്നിട്ടൊരു സവാളയും കൂടി ആഡ് ചെയ്യുക. സവാള മൊത്തത്തിലല്ല, അതിൻ്റെ ഒരു പാതി കഷ്ണം മതി. അതും കൂടി ആഡ് ചെയ്യുക. നേരത്തെ വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന പരിപ്പ്, സാമ്പാർ പരിപ്പും കൂടി ആഡ് ചെയ്യുക. ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്യുക. വെള്ളം ആഡ് ചെയ്യുമ്പം നോക്കി ചെയ്യുക. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. 2 ഗ്ലാസ് മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഉപ്പ് നിങ്ങളിപ്പം തൽക്കാലം കുറച്ചിട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി. കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഇതാണിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്, LGയുടേത്. കട്ടക്കായാലും കുഴപ്പമില്ല. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കുക്കർ വെച്ച് കൊടുക്കുക. നല്ലതുപോലെ അടച്ചിട്ട് വേണം വെക്കാൻ. ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേന് ഞാൻ തോരത്തിന് വേണ്ടി കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു വെച്ചു. ഇതിപ്പോൾ 3 വിസിലായിട്ടുണ്ട്. കുക്കർ എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വെള്ളത്തിലിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. കുക്കർ വിസിൽ കളയാൻ നിങ്ങളിതേപോലെ തവി ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ആ പ്രഷർ കളയുക. അല്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അത് തനിയെ അങ്ങ് എയർ പൊക്കോളും. എയർ മൊത്തവും കളഞ്ഞതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും വെണ്ടയ്ക്കയും ഇതിലേക്ക് ആഡ് ചെയ്യുക. തക്കാളിയും വെണ്ടയ്ക്കയും ആദ്യമേ ആഡ് ചെയ്യേണ്ട, രണ്ടാമത് ആഡ് ചെയ്താൽ മതി. അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ആക്കുക. ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേന് കുക്കർ ഇറക്കുക. വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മല്ലിയും മുളകും ചേർത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പുളി നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത വെള്ളമാണ്, അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പുളി പോയെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം കുറച്ച് സാമ്പാർ പൊടിയാണിത്. സാമ്പാർ പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും അങ്ങനെ ആഡ് ചെയ്യാറില്ല. ഇതിപ്പം വാങ്ങിച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം സാമ്പാർ പൊടി ആഡ് ചെയ്താൽ മതി. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറവായതുകൊണ്ട് കുറച്ചും കൂടി ആഡ് ചെയ്തു. നിങ്ങൾ കുക്ക് ചെയ്യുമ്പം അത് ശ്രദ്ധിക്കുക. ഉപ്പൊക്കെ നോക്കുക, പാകം നോക്കി ആഡ് ചെയ്യുക. അടുത്ത് നമുക്ക് സാമ്പാറിലേക്ക് കടുക് പൊട്ടിക്കാനായി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇത്രയും ഇടണ്ട. ഞാൻ ഒരു പീസ് ഇട്ടിട്ടുള്ളൂ. വറ്റൽമുളക് കീറിയിട്ടിട്ട് കുറച്ച് ഉള്ളി, സവാളയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. നല്ലതുപോലെ മൂത്തതിന് ശേഷം സാമ്പാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുക, അത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് എടുക്കുക, ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, കീപ് സപ്പോർട്ടിങ്, ലവ് യു ഗൈസ്.